So next is ergonomics. എന്താണ് ergonomics എന്ന് പറഞ്ഞാൽ? Ergonomics means it's a human comfort. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂമൻ കംഫർട്ട്. Ergonomics is derived from two Greek words. Ergon means work and enomos means law. That means working laws. അല്ലെങ്കിൽ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹ്യൂമൻ ഫാക്ടർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു വർക്കറിന് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പം ഹി മസ്റ്റ് ബി കംഫർട്ടബിൾ ഇൻ ഹിസ് ജോബ്. അല്ലെങ്കിൽ നമുക്ക് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഒരു സിമ്പിൾ തിങ് ഞാൻ പറയാം. ഞാനിപ്പം ഒരു ചെയറിലാണ് ഇരിക്കുന്നത്. ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞു ഇപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന ഈ ചെയർ ഞാൻ രാവിലെ 9 o'clock തൊട്ട് വൈകിട്ട് 4 മണി വരെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. സോ എനിക്കൊരു നോർമൽ ഒരു ചെയർ തന്നു ആദ്യം. ഇപ്പം ഞാൻ 9 o'clock വന്നിരുന്നു. എനിക്ക് 2 hours ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ബാക്ക് പെയിൻ ആയി. ഓക്കെ, സിമിലർലി ഞാനിവർ ലോങ് ടേം റണ്ണിലേക്ക് വരുമ്പം ഐ വോണ്ട് ബി കംഫർട്ടബിൾ ഇൻ മൈ ജോബ്. അല്ലേ, നമുക്ക് ബാക്ക് പെയിനുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ബി കംഫർട്ടബിൾ ഇൻ ദാറ്റ് ജോബ് അല്ലേ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ തരുന്ന ചെയർസ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ നല്ല ചാര നല്ല കുഷനിങ് ഒക്കെ ഉള്ള ചെയർ ആണെങ്കിൽ ഐ വിൽ ബി വെരി മച്ച് കംഫർട്ടബിൾ ഇൻ ദ പൊസിഷൻ. സിമിലർലി നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ ചെയർസ് അല്ലെ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ എടുക്കാം. സോ ദേ വിൽ ബി വർക്കിംഗ് ഫോർ അവേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സിസ്റ്റം. അപ്പം അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ട കറക്റ്റ് പോസ്ചറിലിരിക്കാൻ പറ്റുന്ന ചെയർസ്, പിന്നെ നല്ല ടേബിൾസ്, നല്ല ലെങ്തി ടേബിൾസ്, കാര്യം അവരുടെ എക്യുപ്മെൻറ്റ്സ് വെക്കണം, കാര്യങ്ങൾ വെക്കണം, ഫോൺസ് വെക്കണം, പിന്നെ ഇടയ്ക്ക് കാപ്പി കുടിക്കാൻ സൗകര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, പ്രൊവൈഡ് എ ബെറ്റർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഫോർ ദ എഞ്ചിനീയേഴ്സ് ഓർ ഫോർ ദ വർക്കേഴ്സ്. ദാറ്റ് ഈസ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എർഗണോമിക്സ് എന്ന് പറയുന്നത്. Ergonomics is concerned with designing and improving the workplace workstation. workstation എന്ന് പറയുന്നത് വർക്ക്പ്ലേസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഏരിയ ആണ്. വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം ഏരിയ. ഇപ്പം നമ്മളൊരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വർക്ക് പ്ലേസ് ആണ്. വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എൻ്റെ ആ പർട്ടിക്കുലർ ഏരിയ, ദാറ്റ്സ് വർക്ക് സ്റ്റേഷൻ. ഓക്കെ, ദെൻ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, ജോബ് ഡിസൈൻ, psychological environment, procedures of work, etc. in order to limit fatigue, discomfort and injuries while efficiently achieving personal and organizational goals. Avoid fatigue എന്ന് പറഞ്ഞാൽ ക്ഷീണം, discomfort and injuries, and achieve personal and organizational goals. അല്ലേ, നമുക്ക് ബെറ്റർ കംഫർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നോർമലി പേഴ്സണൽ ഗോൾസും ഓർഗനൈസേഷൻ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ergonomics is aimed at improving the design of jobs and workstation that have unsafe qualities or have caused injury. Okay, the various disciplines that have influence on human factors are engineering, that is design of work system suitable for the worker; physiology, study of man and his working environment; then anatomy, study of human body dimensions and relations for work design; then psychology, study of adaptive behavior and skills of people; fifth one, industrial hygiene, that is occupational hazards and workers health. ഈ 5 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എർഗണോമിക്സ് ഡിസൈൻസ് ചെയ്യുന്നത്. ഓക്കെ, so what are the objectives of human engineering? So human engineering or ergonomics has two broader objectives: to enhance the efficiency and effectiveness with which the activities or work is carried out so as to increase the convenience of use, reduce errors and increase in productivity. Second one, to enhance certain desirable human values including safety, reduced stress and fatigue and improved quality of life. അതായത് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, റിഡ്യൂസ്ഡ് എറേഴ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ്, അതായത് സേഫ്റ്റി, റിഡ്യൂസ്ഡ് സ്ട്രെസ്, ഫാറ്റീഗ് ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക. സോ ദീസ് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ദറ്റ് ഈസ് in short, the objective of ergonomics is designing for human use and optimizing work and living conditions. Okay,
So next important thing is man-machine system. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ man-machine system. ഓക്കെ, സോ പ്രധാനമായിട്ടും നമുക്ക് 3 സിസ്റ്റമാണുള്ളത്. ഓക്കെ, അത് മാനുവൽ സിസ്റ്റം ഉണ്ട്, മെക്കാനിക്കൽ സിസ്റ്റം ഉണ്ട്, ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ട്. മാനുവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മാനുവലായിട്ട് ചെയ്യുന്നതാണ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി പവർ സോഴ്സ്. മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഓട്ടോമാറ്റിക്. ഓക്കെ, അതായത് കുറച്ച് മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്, നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് റൺ ചെയ്യുന്നതിനാണ് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, എ സിസ്റ്റം ഈസ് കമ്പോസ്ഡ് ഓഫ് ഹ്യൂമൻ, മെഷീൻസ് and other things that work together to accomplish a goal which these components could not produce independently. Okay, the man-machine system is a combination of one or more human beings and one or more machine interacting to bring about from the given inputs to give some desired output. ഒരു കുറച്ച് ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഒന്നോ രണ്ടോ ഇൻഡിവിജ്വൽസും ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസോ അതുപോലെ ഒന്നോ അതിൽ കൂടുതൽ മെഷീൻസോ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിനാണ് മാൻ മെഷീൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മൾ മുമ്പ് പറഞ്ഞു 3 ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. മാനുവൽ, സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മെഷീൻ സിസ്റ്റം ആൻഡ് ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റം. സോ ഇറ്റ്സ് എ ക്ലോസ്ഡ് ലൂപ്പ്. എനിക്കിവിടെ ഒരു ഫിഗർ കാണാം. ഓക്കെ, നമുക്കൊരു മാൻ ഉണ്ട്, സോറി, we have a man like a human and we have a machine and this is the working environment. അല്ലേ? സോ ഈ ഒരു മെഷീനിൽ നമുക്കറിയാം we have a display system. അല്ലേ? ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട് ആൻഡ് എ കൺട്രോൾ സിസ്റ്റം. അതായത് ഇപ്പം ഒരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഹൈഡ്രോളിക് മെഷീൻസൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെഷീനറി ലാബൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവിടെ പ്രഷർ വാൽവ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ വാൽവ്സിൽ പ്രഷർ ലെവൽ നിങ്ങൾക്കറിയാം, എത്ര ലെവലിലേക്കൊക്കെയാണ് പ്രഷർ പോകുന്നത്, അല്ലേ? സോ നിങ്ങൾക്ക് പ്രഷർ കൂടുക എന്ന് തോന്നി കഴിഞ്ഞാൽ വി ഹാവ് കൺട്രോൾ നോബ്സ് ടു കൺട്രോൾ ദ പ്രഷർ. ഇപ്പോൾ നമ്മളൊരു ബൈക്കിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നിങ്ങൾക്ക് യു ഹാവ് ദ സ്പീഡോമീറ്റർ, അല്ലേ? സപ്പോസ് യു ആർ ഗോയിങ് സ്പീഡ് അബോവ് 60 അല്ലെങ്കിൽ ഒരു 80ക്ക് മുകളിലേക്ക് നമ്മൾ പോവുകയാണ്. സോ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാം വി ആർ എക്സീഡിങ് ദ സ്പീഡ് റേഞ്ച്. സോ നമുക്ക് അവിടെ ഒരു കൺട്രോൾ മെഷീനെ നമുക്ക് നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത് ഒരു മെഷീനാണ്, അല്ലേ? സോ അതിലൊരു കൺട്രോൾ ഉണ്ട്. വി ക്യാൻ റെഡ്യൂസ് ദ ആക്സിലേറ്റർ ഓർ വി ക്യാൻ അപ്ലൈ ദ ബ്രേക്ക്, അല്ലേ? സോ ഈ നമ്മുടെ ഈ ഡിസ്പ്ലേ നോക്കിയിട്ട് വി ഹാവ് ദ ഹ്യൂമൻ ബീയിങ് ആൻഡ് വി ഹാവ് അവർ സെൻസറി ഫങ്ഷൻസ്. നമ്മുടെ ബ്രെയിൻസ് വർക്ക് ചെയ്യും അവിടെ, അല്ലേ? സോ വി ആർ എക്സീഡിങ് ദ സ്പീഡ്, നമ്മുടെ ബ്രെയിൻസ് അവിടെ വർക്ക് ചെയ്തു. സോ ദർ ആർ സം ഡേറ്റ പ്രോസസ്സിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഗോയിങ് ഇൻസൈഡ് അവർ മൈൻഡ്. ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് ത്രൂ അവർ ഹാൻഡ് നമ്മൾ അല്ലെ ത്രൂ അവർ ലെഗ്സ് നമ്മൾ ഈ ഒരു സ്പീഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. വി ആർ ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ, അല്ലേ? സോ ദിസ് ഇസ് ദ മാൻ മെഷീൻ സിസ്റ്റം. വി ഹാവ് എക്സ്പീരിയൻസ്ഡ് human being on a machine and we are giving some input and we are getting some output. So മെഷീനിൽ നമുക്ക് ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ട്, കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ആൻഡ് ഹ്യൂമൻ ബീങ്ങിൽ സെൻസറി ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ ഡിസ്പ്ലേ നോക്കി സെൻസറി ഫങ്ഷൻസ് വർക്ക് ചെയ്യും, സം ഡേറ്റ പ്രോസസ്സിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുകയും ആൻഡ് വി മാനിപ്പുലേറ്റ് സം ഡേറ്റാസ് ആൻഡ് കൺട്രോൾ ദ മെഷീൻ. ഓക്കെ, സോ മാൻ മെഷീൻ സിസ്റ്റം ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. Man will receive certain information from the machine either from dials, displays, etc. designed for that purpose or by observation of machine itself. He will process this information and make decision on what action to take and manipulate controls or attend machine in some other way so as to affect its behavior in the required manner. Environmental factors will have an influence on the working system. Okay. And the aspect, what are the aspect of man-machine system? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൺട്രോൾ ലൂപ്പാണ്. സോ ഇവിടെ വി ഹാവ് സം ഡിസ്പ്ലേ എലമെൻറ്റ്സ്, അല്ലേ? നമുക്കിവിടെ കാണാൻ പറ്റുന്ന കുറച്ച് ഡിസ്പ്ലേ എലമെൻറ്റ്. ഇവിടെ ഒരു പ്രഷർ, ഒരു മീറ്റർ ഗേജ് ഉണ്ട്, ഒരു മീറ്റർ ഉണ്ട്, ഇറ്റ് ക്യാൻ ബി പ്രഷർ വാൽവ്, എന്തെങ്കിലും ആവും. ഓക്കെ, ഒരു പ്രഷർ ഗേജോ എന്തെങ്കിലും ആവും. സോ ഇവിടുത്തെ നമുക്കൊരു വാല്യൂ കാണാം.
സോ ഇതിൽ നിന്ന് വി ഹാവ് ഡിസ്പ്ലേ എലമെൻറ്റിൽ നിന്ന് ഹ്യൂമൻ ബ്രെയിൻ, കൺസിഡർ ദിസ് എ ഹ്യൂമൻ. സോ ഹ്യൂമൻ ബ്രെയിനിലേക്ക് ഈ ഒരു ഡിസ്പ്ലേ എലമെൻറ്റിൽ നിന്ന് ഒരു ഐഡിയ പോകുന്നു. സോ ഇവിടെ ഹ്യൂമൻ ബ്രെയിനിൽ എന്താ, ഇതൊരു ഡിസിഷൻ എലമെൻറ്റാണ്. അത് നമ്മൾ ചിന്തിക്കുക, അവർ സ്പീഡ് ഈസ് ഇൻക്രീസിങ് അല്ലെങ്കിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻസ് ചിന്തിക്കും. സോ ഫ്രം അവർ ബ്രെയിൻസ് എന്താ സംഭവിക്കുന്നത്, വി ഹാവ് എ ഡിസിഷൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ, അല്ലേ? നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പ്രഷർ ഇച്ചിരി റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്പീഡ് ഇച്ചിരി റെഡ്യൂസ് ചെയ്യാം. സോ ഇവിടെ നിന്ന് നമ്മുടെ ഡിസിഷൻ കമ്മ്യൂണിക്കേഷൻ ചാനൽ, ദാറ്റ് ഈസ് അവർ ഹാൻഡ്, നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, തിരിച്ച് മെഷീനിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ ഹാൻഡിൽ കൂടെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഹിയർ വി ഹാവ് എ കൺട്രോൾ എലമെൻറ്റ്. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്, ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു നോബ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയാണെങ്കിൽ ആക്സിലേറ്റർ, ബ്രേക്ക്, ഇതൊക്കെ കൺട്രോൾ എലമെൻറ്റ്സാണ്. സോ ഈ കൺട്രോൾ എലമെൻറ്റിലൂടെ നമുക്ക് തിരിച്ച് മെഷീനിലേക്ക് നമ്മൾ കൊടുക്കുക. വി ആർ കൺട്രോളിങ് ദ മെഷീൻ. സോ അഗെയിൻ നമ്മുടെ ഡിസ്പ്ലേ എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രഷർ റെഡ്യൂസ് ചെയ്തു, അതിന് സ്പീഡ് റെഡ്യൂസ് ചെയ്തു. സോ നമ്മൾ വീണ്ടും ഈ ഡിസിഷൻ എലമെൻറ്റിലേക്ക് പോകും. സോ നൗ ദ തിങ് ഈസ് കറക്റ്റ്, അല്ലേ? നമ്മൾ ഉദ്ദേശിച്ച പ്രഷറിലേക്ക് സാധനം വന്നു. സോ നമ്മളവിടെ ഡിസൈഡ് ചെയ്തു, നൗ ഇറ്റ്സ് ദ മെഷീൻ ഈസ് വർക്കിംഗ് ഇൻ എ ഗുഡ് കണ്ടീഷൻ. Okay, that's the aspect of man-machine system. So here we have a display elements. Displays are necessary extension to man's senses and provide information needed by the operator in making decisions and in affecting control responses. Then we have decision elements. The information from the display elements is passed on to the nervous system of the operator, which acts as a decision element. The information so obtained is processed by the nervous system and arrive at a decision in relation to the required performance. Then the decision communication channel. The decision made by the nervous system is communicated to the mechanical leverage system of the human bone and muscular system, which makes the decision communication channel. നമ്മുടെ ത്രൂ ഹാൻഡ് അല്ലെങ്കിൽ നമ്മുടെ മസിൽസ്, നമ്മുടെ ബോൺസിലൂടെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത്. ദെൻ കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ. കൺട്രോൾ ഈസ് എനി ഡിവൈസ് വിച്ച് റെഗുലേറ്റ്സ് ദ ആക്ഷൻ ഓഫ് ദ മെഷീൻ. Example, wheels, levers, pedals, control knobs, push buttons, etc. Okay. So this is the aspect of man-machine system. Next we have the workplace design. നമുക്ക് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വർക്ക് പ്ലേസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഡയമെൻഷൻ ഓഫ് ദ വർക്കിംഗ് സർഫേസ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് സർഫേസ്. ഇപ്പോൾ നമ്മൾ എനിക്ക് ഇരിക്കാനുള്ള ടേബിളും ചെയറും ഉണ്ട്. സോ എനിക്ക് ടേബിൾ എനിക്ക് ജസ്റ്റ് എൻ്റെ ലാപ്ടോപ്പ് വെക്കാൻ മാത്രം സ്ഥലമുള്ളതാണെങ്കിൽ ഐ വോണ്ട് ബി കംഫർട്ടബിൾ, അല്ലേ? എനിക്കിവിടെ ബുക്സ് വെക്കണം, അല്ലെ ഫോൺ വെക്കണം, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും വന്ന് 2 ബുക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന് സ്ഥലം ഉണ്ടാകണം. സോ അവർ വർക്കിംഗ് പ്ലേസ് മസ്റ്റ് ബി വി മസ്റ്റ് ഹാവ് എ ഗുഡ് ഡയമെൻഷൻ ഓഫ് ദ വർക്കിംഗ് സർഫേസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഒരു ലെയ്ത്ത് എടുക്കുകയാണെങ്കിൽ ലെയ്ത്തിൻ്റെ സൈഡിൽ ടൂൾസ് വെക്കാൻ സ്ഥലം ഉണ്ടാവണം. So that's the dimension of working surface. Then dimension of working envelope. The operator അതായത് വർക്കിംഗ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഒരു നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റ് ചെല്ലുന്ന ഫുൾ സ്ഥലങ്ങൾ. അതായത് എനിക്ക് ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് മാത്രമായിരിക്കത്തില്ല എനിക്കുള്ളത്, എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, അല്ലേ? സോ ഈ ഓരോ ഡയമെൻഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ഇപ്പോൾ എനിക്കിവിടെ ഒരു ടൂൾസൊക്കെ വെക്കാൻ ഇവിടെ ഒരു തട്ട് പിടിപ്പിച്ചെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ തട്ടി പിടിപ്പിച്ച് എൻ്റെ തല അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ബി കംഫർട്ടബിൾ. സോ അത് മാത്രമല്ല എനിക്കത് എടുക്കാനും പറ്റണം. സോ ആ ഒരു രീതിയിൽ നമ്മൾ സാധനങ്ങൾ ഡിസൈൻ ചെയ്യണം. ഓക്കെ, ദെൻ വർക്ക് പ്ലേസ് ഹൈറ്റ് ഇസ് അനദർ ഫാക്ടർ. ദ ഹൈറ്റ് വി മസ്റ്റ് ബി ഏബിൾ ടു സ്റ്റാൻഡ് ഓർ സിറ്റ് ഇൻ എ കംഫർട്ടബിൾ വേ. ആൻഡ് സെലക്ഷൻ ഓഫ് ചെയർസ് ഇസ് അനദർ ഫാക്ടർ. നല്ല എർഗണോമിക് ആയിട്ടുള്ള ഒരു ചെയർ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് വാല്യൂ അനാലിസിസ് ആണ്. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാറുള്ള വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് വാല്യൂ അനാലിസിസ്. സോ ഇത് രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്, വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് വാല്യൂ അനാലിസിസ്. സോ എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ്? വാല്യൂ എഞ്ചിനീയറിംഗ് ഇസ് എ പ്രോസസ് ഓഫ് improving the value of a product at every stage of the product life cycle. ഓരോ സ്റ്റേജസിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് വാല്യൂ എഞ്ചിനീയറിംഗും വാല്യൂ അനാലിസിസും. ഓക്കെ, എ പ്രോഡക്റ്റ് സർവീസ് ഇസ് ജനറലി കൺസിഡർഡ് ടു ഹാവ് ഗുഡ് വാല്യൂ if it has the appropriate performance and cost. നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ടെങ്കിൽ it is said to have some value, അല്ലേ?
നമ്മൾ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞു, ഒരു 10,000 റേറ്റിൽ നമുക്ക് വേണ്ട പെർഫോമൻസ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വി ആർ മോർ ദാൻ സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് ടു ഹാവ് സം വാല്യൂ. Okay, value engineering is a creative approach to ensure that functions of a product or service are provided at minimum overall cost without sacrificing quality and reliability. നമ്മളൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പം മിനിമം കോസ്റ്റിൽ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് വിത്തൗട്ട് ലൂസിങ് ദ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വാല്യൂ എഞ്ചിനീയറിംഗ്. And value analysis is a systematic application of recognized techniques which identify the function of a product or service, establish a monetary value for the function, and provide the necessary function reliably at the lowest overall cost. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. അതായത് വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ പ്രോഡക്റ്റിനാണ്, അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം അതിന് ഏറ്റവും മിനിമം കോസ്റ്റിൽ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ടെക്നീക്ക് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് വാല്യൂ അനാലിസിസ്. രണ്ടും ചെയ്യുന്നത് ഇൻഫാക്റ്റ് രണ്ടും പ്രൊസീജിയർ സെയിം ആണ്. And value engineering is applicable to areas of economic activity, products, services, system and procedures in production, operation, purchase, design, packing, material handling and distribution departments. Okay. അടുത്തത് നമുക്കുള്ളത് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് വാല്യൂ. 4 ടൈപ്പ് വാല്യൂസ് ആണുള്ളത്. കോസ്റ്റ് വാല്യൂ, യൂസ് വാല്യൂ, എസ്റ്റീം വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. അതിൽ ആദ്യത്തേത് കോസ്റ്റ് വാല്യൂ. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിന് ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഉണ്ടായേക്കുന്ന കോസ്റ്റ്, അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായേക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് അതർ എലമെൻറ്റ് കോസ്റ്റ്, അതിൽ ബേസിക് കോസ്റ്റ് മാത്രം ആഡപ്പ് ചെയ്തിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ദ ബേസിക് വർത്ത് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് സർവീസ്. ഓക്കെ, ദാറ്റ്സ് ദ കോസ്റ്റ് വാല്യൂ. അടുത്ത യൂസ് വാല്യൂ ആണ്. ദ യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫങ്ഷൻ വാല്യൂ. ദ യൂസ് വാല്യൂ ഇസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ഫങ്ഷൻസ് പെർഫോംഡ്. അപ്പോൾ നമ്മൾ ഒരു 20,000 രൂപ കൊടുത്തിട്ട് ഒരു ഫോൺ മേടിക്കുന്നു, 10,000 രൂപ കൊടുത്തിട്ട് ഫോൺ മേടിക്കുന്നു. ഇഫ് ദ രണ്ടെണ്ണത്തിനെയും ഫങ്ഷൻ വാല്യൂ, അതായത് 20,000 കൊടുത്ത ഫോണും 10,000 കൊടുത്ത ഫോണും നമുക്ക് സെയിം ഫങ്ഷൻ വാല്യൂ ആണ് തരുന്നില്ല, അതായത് അതിനകത്ത് രണ്ടിനകത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് സെയിം ആണെങ്കിൽ certainly we will go for the 10,000 value. Okay? That gives more value for the customer. എന്തുകൊണ്ടാ കാര്യം നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ബെറ്റർ പ്രോഡക്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് ദ ഫങ്ഷൻ വാല്യൂ. ഓക്കെ, ദ യൂസ് വാല്യൂ ഈസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ഫങ്ഷൻസ് പെർഫോം. Therefore it is a price paid by the buyer or the cost incurred by the manufacturer in order to ensure that the product performs its intended function എഫിഷ്യൻ്റ്ലി. ഓക്കെ, അടുത്ത എസ്റ്റീം വാല്യൂ. അതായത് നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ദ എസ്റ്റീം വാല്യൂ. ഫിസിക്കൽ ടേം അല്ല, ദാറ്റ്സ് എസ്റ്റീം വാല്യൂ. അതായത് ഇപ്പോൾ നമ്മൾ മൊബൈലുള്ളൂ, ഓക്കെ, നമ്മുടെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും വി ഓൺ ആൻ ഐഫോൺ, ദാറ്റ് ഇസ് സംതിങ് ഒരു പ്രിവിലേജാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്കൊരു BMW, ഒരു ബെൻസ്, ഓടി, ഇതുപോലെ ഒരു പ്രീമിയം കാർ നമ്മൾ ഓൺ ചെയ്യും അല്ലേ. നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീമിൻ്റെ വാല്യൂ ആണത്. ദാറ്റ്സ് എ എസ്റ്റീം വാല്യൂ. ഇറ്റ് ഇൻവോൾവ്സ് ദ ക്വാളിറ്റീസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് എ പ്രോഡക്റ്റ് വിച്ച് അട്രാക്ട് പീപ്പിൾ ആൻഡ് ക്രിയേറ്റ് എ ഡിസയർ ഇൻ ദം ടു പൊസസ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് കിട്ടണം നമുക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നും. ദാറ്റ്സ് എ എസ്റ്റീം വാല്യൂ. Therefore esteem value is the price paid by the buyer or the cost incurred by the manufacturer beyond the use value. ബിയോണ്ട് ദ യൂസ് വാല്യൂ അല്ലേ. നമുക്ക് അത്രയും പൈസക്കുള്ളത് മീൻസ് നമുക്കത് എത്ര പൈസ കൊടുത്ത് നമ്മളത് മേടിക്കാൻ നമ്മൾ റെഡിയാകും ബിക്കോസ് ഓഫ് ദ എസ്റ്റീം വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്സ്ചേഞ്ച് വാല്യൂ. നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അത് സെല്ല് ചെയ്യുമ്പം നമുക്ക് എത്ര റിട്ടേൺ കിട്ടും. നമ്മൾ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ ഇന്ത്യയിലെ കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ദേ പ്രിഫർ മാരുതിയുടെ വെഹിക്കിൾസാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിന് കൂടുതൽ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടെന്ന് അവർ മനസ്സിലുണ്ട്. അതർ ഫീച്ചേഴ്സ് നോക്കുന്നതിന് പകരം ദേ സോൺലി ട്രീറ്റ് ഓൺ ദ എക്സ്ചേഞ്ച് വാല്യൂ. അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മളത് പിന്നെ നമുക്കത് വേണ്ട എന്ന് തോന്നി തിരിച്ചു കൊടുക്കുമ്പോൾ ഇഫ് വി ആർ വാട്ട് ദ വാല്യൂ വി ആർ ഗെറ്റിംഗ് ഇൻ റിട്ടേൺ.
സോ ഇനീഷ്യലി നമ്മളൊരു 10,000-15,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചാലും നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ സെർട്ടൺലി അതൊരു നഷ്ടമായിട്ട് നമ്മളാരും കൺസിഡർ ചെയ്യത്തില്ല അല്ലേ. ഇറ്റ് ഇസ് എ മെഷർ ഓഫ് ഓൾ ദ പ്രോപ്പർട്ടീസ്, ക്വാളിറ്റീസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ് which make the product possible of being traded for another product or money. The exchange value refers to the extent that the additional amount paid guarantees the resale or exchange at any point of time. Okay. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു പ്രോഡക്റ്റ് ടി വിയോ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ അവർ പറയാം, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ടി വി പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചു, അതിന് താഴെ അഡീഷണൽ 3 years വാറണ്ടി 1,000 അല്ലെങ്കിൽ 2,000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ആൻ അഡീഷണൽ 3 year വാറണ്ടി അല്ലേ. അതിന് കൂടെ അവരൊരു കാര്യം പറയുന്നുണ്ട്, ഈ വിത്തിൻ 3 years നമ്മൾ ഈ പ്രോഡക്റ്റിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ നമുക്കൊരു ടി വി ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം 2,000 to 3,000 റുപ്പീസൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ അവരൊരു സ്പെസിഫിക് വാല്യൂ അവർ പറയുന്നുണ്ട്, ഓരോ വർഷം എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും അവർ ഇത്ര റിട്ടേൺ നമുക്ക് അതിനകത്ത് തിരിച്ചു തരും എന്നുള്ളത്. ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഫിക്സ് ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ അല്ലേ. സോ ദാറ്റ് ഇസ് ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ്. സോ 4 വാല്യൂസ് നമ്മൾ പറഞ്ഞു, എന്താ കോസ്റ്റ് വാല്യൂ പറഞ്ഞു, യൂസ് വാല്യൂ, എസ്റ്റീം വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ. Then what are the objectives and applications of value engineering? The main objective of value engineering is not just cost reduction but to improve its value by reducing the cost. Certainly നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. വാല്യൂ അനാലിസിസ് ഓൾസോ കൺസിഡേഴ്സ് ടൈം. എ പ്രോഡക്റ്റ് മേ ബി ഓഫ് വാല്യൂ ഇഫ് ഇറ്റ് ഈസ് അവൈലബിൾ അറ്റ് സർട്ടൻ പോയിന്റ് ഓഫ് ടൈം. അതായത് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് മാത്രമല്ല, അത് കറക്റ്റ് ടൈമിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കതിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. സേവ് മണി ഓർ ഇൻക്രീസ് പ്രോഫിറ്റ്. ഓക്കെ. ദെൻ എൻഷുർ സ്റ്റാൻഡർഡൈസേഷൻ. ഇത് സ്റ്റാൻഡർഡൈസേഷൻ ടെക്നിക്കാണ്. ദെൻ യൂസ് ചീപ്പർ ആൻഡ് ബെറ്റർ മെറ്റീരിയൽസ്. സോ അത് ചീപ്പർ ആൻഡ് ബെറ്റർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് നമുക്ക് കൊടുക്കാനും പറ്റും. ദെൻ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്? So, value engineering should be applied in case of occurrence of the following: introduction of new products. പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അഡ്വേഴ്സ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറവാണെന്ന് തോന്നിക്കഴിയുമ്പോൾ വി ക്യാൻ അപ്ലൈ വാല്യൂ എഞ്ചിനീയറിംഗ്, നമുക്ക് അപ്ലൈ ചെയ്യാം. റിഡക്ഷൻ ഇൻ സെയിൽസ്, ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കുറയുവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ അപ്ലൈ വാല്യൂ എഞ്ചിനീയറിംഗ്. ഇവിടെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് ലോ കോസ്റ്റിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇൻക്രീസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്യാം. ഓക്കെ. ദെൻ പ്രൈസ് റിഡക്ഷൻ ബൈ കോമ്പറ്റീറ്റർ. നമ്മുടെ കോമ്പറ്റീറ്റീവ് പ്രോഡക്ട്സ് സെയിം പ്രോഡക്റ്റ് ലോ പ്രൈസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ എഞ്ചിനീയറിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, നമ്മുടെ പ്രോഡക്റ്റ് ഈ പറയുന്ന ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റുമോ. ദെൻ കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് ഓൺ പ്രോഡക്റ്റ് പെർഫോമൻസ്, അതായത് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസിനെ പറ്റി കംപ്ലയിൻറ്റ് പറയുവാണെങ്കിൽ വി ക്യാൻ അപ്ലൈ വാല്യൂ എഞ്ചിനീയറിംഗ്. ദെൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ കോസ്റ്റ് കൂടുകയാണെങ്കിൽ വി ക്യാൻ അപ്ലൈ വാല്യൂ എഞ്ചിനീയറിംഗ്. സോ ദർബൈ വി ക്യാൻ റെഡ്യൂസ് ദ ഇൻപുട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ബെറ്റർ പ്രോഡക്ട്സ് കൊടുക്കാൻ പറ്റും. ദെൻ ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ? 4 ഫാക്ടേഴ്സാണ് പറയുന്നത്. ഡിക്രീസ് ദ കോസ്റ്റ് വൈ എൻഷുറിങ് ദ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ്. നമുക്ക് എങ്ങനെ ഒരു പ്രോഡക്റ്റിന് വാല്യൂ ഇൻക്രീസ് ചെയ്യാം? അതായത് സെയിം ലെവൽ ഓഫ് പെർഫോമൻസ് കൊടുത്തുകൊണ്ട് വാല്യൂ കുറയ്ക്കാം, കോസ്റ്റ് കുറയ്ക്കാം. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങളും കുറയ്ക്കാതെ ഡിക്രീസ് ഇൻ കോസ്റ്റ്. സോ ദർബൈ ആ പ്രോഡക്റ്റിന് ഇപ്പം നമുക്ക് ഒരു ഫോൺ, ഓക്കെ, ആ ഫോണിന് നോർമലി ഒരു 15,000 റേറ്റിലായിരുന്നു അത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ, അല്ലെങ്കിൽ ആ സെയിം വേർഷൻ തന്നെ നമ്മളൊന്ന് വീണ്ടും ഇറക്കുമ്പം ഒരു 1,000 രൂപ കുറച്ച് ഇറക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിക്രീസ് ദ കോസ്റ്റ് വിത്ത് ദ സെയിം ലെവൽ ഓഫ് പെർഫോമൻസ്. ആ പ്രോഡക്റ്റിന് ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യും അല്ലേ. എൻഹാൻസ് ദ പെർഫോമൻസ് അറ്റ് ദ സെയിം കോസ്റ്റ്, സെയിം പ്രൈസിൽ പെർഫോമൻസ് കൂട്ടുക. അപ്പോൾ ഒരു ഫോണിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ 15,000 രൂപയ്ക്ക് വിറ്റേണ്ടിരുന്ന ഫോണാണ്, അതിൻ്റെ അടുത്ത ജനറേഷൻ എടുക്കുക, അല്ലെങ്കിൽ പ്രോസസ്സർ ഒരു ബെറ്റർ പ്രോസസ്സർ അവർ കൊടുക്കുക. ഓക്കെ, സെയിം കോസ്റ്റാണ്, അല്ല ക്യാമറയുടെ ക്വാളിറ്റി ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തു. സോ വാല്യൂ സെർട്ടൺലി പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും.
ഡിക്രീസ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് ദ പെർഫോമൻസ്. രണ്ട് ഫാക്ടേഴ്സ്, അതായത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്തു, പാരലലി പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തു. സോ സെർട്ടൻലി വാല്യൂ ഇൻക്രീസ് ചെയ്യും. Increase both performance and cost, ensuring that the performance increases more than the increment of cost. അതായത് 15,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന കോസ്റ്റാണ് പ്രോഡക്റ്റാണ് നമ്മൾ 16,000 രൂപയാക്കി. പക്ഷേ ഒരു 12,000 രൂപയ്ക്ക് വരെ സിമിലർ പ്രോഡക്റ്റ് അത് അതിൻ്റെ പെർഫോമൻസും കൂട്ടി. അതായത് പുതിയ പ്രോസസ്സർ, ക്യാമറ, എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി. സോ അങ്ങനെ വരുമ്പോൾ ഒരു ഇതേ സെയിം സ്പെക്കുള്ള സാധനം നമുക്കൊരു 20,000 രൂപ, പക്ഷെ നമ്മൾ ചാർജ് ചെയ്യുന്ന 16,000 രൂപയുള്ളൂ. സോ ബോത്ത് പെർഫോമൻസ് ആൻഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. പക്ഷെങ്കിൽ ആൾക്കാർ തോന്നും ആ കോസ്റ്റ് ഇൻക്രീസ് വിൽ ബാലൻസ് ദ പെർഫോമൻസ് ഇൻക്രീസ്, അല്ലേ? കോസ്റ്റ് ഇൻക്രീസ് ആ പെർഫോമൻസ് ഇൻക്രീസിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. സോ സർട്ടൻലി അവിടെ ഒരു വാല്യൂ ഇൻക്രീസ് ആണ് സംഭവിക്കുന്നത്. സോ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്? ഇറ്റ് improved quality of product, then reduction in cost of production, സിംപ്ലിഫൈഡ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. കാര്യം എപ്പോഴും കോസ്റ്റ് റിഡക്ഷൻ നോക്കുന്ന കാരണം സിംപ്ലിഫൈഡ് പ്രോഡക്ട്സ് ആയിരിക്കും നമ്മൾ ഇറക്കുന്നത്. ആൻഡ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യും. ദെൻ ഇംപ്രൂവ്സ് ദ പ്രോഫിറ്റ് മാർജിൻ, അല്ലെ ലോ കോസ്റ്റിൽ ബെറ്റർ ക്വാളിറ്റി പ്രോഡക്ട്സ് എടുക്കുന്നു. സോ കൂടുതൽ സാധനം സെയിലാവുന്നു. സോ ദ സർട്ടൻലി മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഇൻക്രീസസ്. ഇംപ്രൂവ്സ് കോസ്റ്റ് കോൺഷ്യസ്നെസ്, ക്വാളിറ്റി അവയർനെസ് ആൻഡ് പ്രോബ്ലം സോൾവിങ് കൾച്ചർ ഇൻ ദ ഓർഗനൈസേഷൻ. വാല്യൂ എഞ്ചിനീയറിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കമ്പനി ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, കോസ്റ്റ് കോൺഷ്യസ് ആവും കമ്പനി, ക്വാളിറ്റി അവെയർ ആവും, ആൻഡ് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവെയർ ആവും. ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ബൈ എലിമിനേറ്റിംഗ് ഫങ്ഷൻസ്. നമുക്ക് അൺവാണ്ടഡ് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ദർബൈ റെഡ്യൂസ് ദ കോസ്റ്റ്. പ്രിവെൻറ്റ്സ് ഓവർ ഡിസൈൻ ഓഫ് കമ്പോണൻറ്റ്സ്. അത് നമ്മളെപ്പോഴും ലോ കോസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പം ഓവർ ഡിസൈൻ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഹൗ വി ഡു എ വാല്യൂ അനാലിസിസ്. ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഫസ്റ്റ് നമുക്കൊരു കമ്പോണൻ്റ് ഉണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് എന്താണ് നമ്മുടെ കമ്പോണൻ്റ് യൂസ് എന്താണ്, അല്ലേ? എന്താണ് നമ്മുടെ കമ്പോണൻ്റ്? അത് ഫസ്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ ലൗഡ് സ്പീക്കർ, നമ്മുടെ ലൗഡ് സ്പീക്കറാണ് നമ്മുടെ കമ്പോണൻ്റ്. സോ നമ്മൾ കമ്പോണൻ്റ് എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വാല്യൂ അനാലിസിസ് അപ്ലൈ ചെയ്യുന്നത്. സോ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ, എന്താണ് നമ്മൾ ഈ ലൗഡ് സ്പീക്കർ ചെയ്യാൻ പോകുന്നത്? ഈ ട്രാൻസ്മിറ്റ്സ് സൗണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കോസ്റ്റ്. ഹൗ മച്ച് ഇസ് ദ കോസ്റ്റ്? 2,000 ആണ് നമ്മുടെ കോസ്റ്റ്. ഈ 2,000 രൂപ എന്ന് പറയുന്നത് അതിന് സഫിഷ്യൻറ്റ് വാല്യൂ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇപ്പം വാല്യൂ കൂടുതലാണോ കുറവാണോ? സോ ദിസ് ഹൗ വി ഡു ദ വാല്യൂ അനാലിസിസ്. Value analysis is an approach to improving the value of a product or process by understanding its constituent components and their associated cost. ഈ പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ പ്രോസസ്സ് എല്ലാം നോക്കി അതിൻ്റെ അസോസിയേറ്റഡ് കോസ്റ്റും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്. It then seeks to find improvements to the component by either reducing their cost or increasing the value of the functions. ഒന്നെങ്കിൽ കോസ്റ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. Function is defined as purpose for which a material, a part, a product or a service is required. Once the purpose of the product is identified, it becomes easier to suggest alternative for achieving the same purpose. The fundamental principle of value analysis is this: to analyze the functional and other features and ensure that they are acquired with the lowest possible cost. ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആകുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻസ്. ഓക്കെ, and finally the most important portion, what is the difference between the value engineering and value analysis? So value engineering is applied to the product at the design stage. ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേജസിലാണ് നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗ്, പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പാണ് വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ പ്രിവെൻറ്റീവ് പ്രോസസ്സ്. ഒരു നഷ്ടം പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണിത്, അല്ലേ? വാല്യൂ അനാലിസിസ് ഈസ് അപ്ലൈഡ് ടു ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിലേക്കാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ റെമഡിയൽ പ്രോസസ്സ്. either നമുക്ക് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് കുറവാണ്, അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലാണ് നമുക്ക് തോന്നിക്കഴിയുമ്പോഴാണ് നമ്മൾ വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് പ്രിവെൻഷൻ ഓഫ് അൺനെസസറി കോസ്റ്റ്.
ഇറ്റ്സ് എ പ്രിവെൻഷൻ ഓഫ് അൺനെസസറി കോസ്റ്റ്. നമ്മൾ അൺനെസസറി കോസ്റ്റ് ഉണ്ടാവാതെ നമ്മൾ നോക്കുക. ഓക്കെ, ഇവിടെ വാല്യൂ അനാലിസിസ് ആണ് ഇറ്റ്സ് എ എലിമിനേഷൻ. കാര്യം നമ്മൾ ഒരു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിലേക്കാണ്. സോ ഇറ്റ്സ് എ എലിമിനേഷൻ ഓഫ് അൺനെസസറി കോസ്റ്റ്. ഇറ്റ് റിക്വയർസ് സ്പെസിഫിക് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് പക്ഷേ വാല്യൂ അനാലിസിസിനകത്ത് ടെക്നിക്കൽ നോളജ് പ്ലസ് എക്സ്പീരിയൻസ് ഇസ് അനദർ ഫാക്ടർ. നമുക്കെങ്കിൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഒരു റോങ് മെത്തേഡിലാണ് പോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഡൺ ബൈ എ സ്പെസിഫിക് പ്രോഡക്റ്റ് ഡിസൈനേഴ്സ് ടീം. ഒരു പ്രോഡക്റ്റ് ഡിസൈനർ എഞ്ചിനീയറിംഗ് ടീമായിരിക്കും വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. പക്ഷേ വാല്യൂ അനാലിസിസ് ആണെങ്കിൽ ഇറ്റ്സ് എ കമ്പൈൻഡ് എഫക്റ്റ് അല്ലേ. ആൻഡ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് യുണൈറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഇൻ ദ ബിസിനസ്, ഈച്ച് വിത്ത് ആൻ ഒപ്പീനിയൻ കൺസേണിങ് ദ എബിലിറ്റി ടു കൺവേർട്ട് ദ ഡിസൈൻ ടു എ സെയിലബിൾ പ്രോഡക്റ്റ്. അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ മാനേജേഴ്സ് ചേർന്നിട്ടായിരിക്കും ഒരു വാല്യൂ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ദ ചേഞ്ചസ് മെയ്ഡ് ബൈ വാല്യൂ എഞ്ചിനീയറിംഗ് ആർ എക്സിക്യൂട്ടഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജസ് ഉള്ളി. ഇനീഷ്യൽ സ്റ്റേജസിലാണ് ഇത് വാല്യൂ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ വാല്യൂ അനാലിസിസ് ഫുൾ ഇപ്പോൾ നമുക്ക് ഫുൾ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റേജോ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാം. ഇറ്റ് മേ ചേഞ്ച് ദ പ്രസൻറ്റ് സ്റ്റേജ് ഓഫ് ദ പ്രോഡക്റ്റ് ഓപ്പറേഷൻ. ഇപ്പം കറണ്ട് റണ്ണിങ് സ്റ്റേജസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേഞ്ചസ് അപ്ലൈ ചെയ്യാം.